Hello, hi, this is Sai with an informative video for you. UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുള്ള മറ്റെല്ലാ തസ്തികകളിലോട്ടുമുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ഗൈഡ് ലൈൻസിൻ്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ പലരും അത് ഒരു ഒറിജിനൽ റെഗുലേഷനാണ് അല്ലെങ്കിൽ നിലവിൽ വന്ന ഒരു ഓർഡറാണ് എന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ചിലർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അറിയാൻ നമ്മൾ ഇടയായി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാരിഫിക്കേഷന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ 6 ജനുവരി 2025 ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസും UGC പുറത്തുവിട്ടിട്ടുള്ളത്. സോ ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇതൊരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ ആണ്. ഈ റെഗുലേഷൻസ് ഡ്രാഫ്റ്റ് റെഗുലേഷൻസും ഗൈഡ് ലൈൻസും UGC വെബ്സൈറ്റിൽ പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏതെങ്കിലും ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ അത് പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വിടും. അപ്പോൾ ഇത് ആ ഒരു ഫേസിലാണുള്ളത് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അതുപോലെ തന്നെ ഫെബ്രുവരി 5 വരെ 2025 ഫെബ്രുവരി 5 വരെ ഇത് പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. സോ അവരൊരു മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. draft-regulations@ugc.government.in എന്ന് പറയുന്ന ഈ ഒരു മെയിൽ IDയിൽ നമുക്ക് ഈ ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും ഒപ്പീനിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാനോ വിമർശിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ തന്നെ അതിലെന്ത് ചെയ്യാൻ പറ്റും, മെയിൽ IDയിൽ നമ്മുടെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അതും ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ബോട്ടം സൈഡിലായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മെയിൽ IDയും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ. ദെൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതൊരു 28 പേജ് ഡ്രാഫ്റ്റ്സ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലോട്ടാണ്. കാരണം നമ്മുടെയും അറിയുന്ന കുറേ ഫ്രണ്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്കും കുറേ ഫ്രണ്ട്സും ഈവൻ നിങ്ങൾ പോലും ചിലപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർക്കായിട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് ഇനി മുതൽ നെറ്റ് വേണോ അതോ PhD മാത്രം മതിയോ അതോ വേറെ എങ്ങനെയും കയറാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ചില ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസാണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ട് യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ റിക്രൂട്ടഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ടഡ് ആവാം. ഒന്ന് PhD ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് റിക്രൂട്ടഡ് ആവാം. ദെൻ നെറ്റ് അല്ലെങ്കിൽ സ്ലെറ്റ് അല്ലെങ്കിൽ സെറ്റ് ആ ഒരു വഴിക്ക് നമുക്ക് റിക്രൂട്ടഡ് ആവാം. അല്ല എന്നുണ്ടെങ്കിൽ ME MTech അങ്ങനെ ഏതെങ്കിലും ഡിഗ്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും റിക്രൂട്ടഡ് ആവാം. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം PhD ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് PhD ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒപ്പം UG ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് അറ്റ്ലീസ്റ്റ് 75% മാർക്ക്. ദെൻ PG ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക്. സോ PhD ഒരു UG കഴിഞ്ഞ് 75% മാർക്കുള്ള, ദെൻ PG കഴിഞ്ഞ് വിത്ത് 55% മാർക്കോടുകൂടി ദെൻ ഒരു PhDയും ഉള്ള കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റഡ് ആവാൻ പറ്റും. അവർക്ക് നെറ്റ് യോഗ്യത ആവശ്യമില്ല. ദെൻ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് നെറ്റ് അല്ലെങ്കിൽ സെറ്റ് ആ ഒരു റൂട്ട്. സോ ആ ഒരു റൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PG ഡിഗ്രി വേണം വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക്. ദെൻ ഈ നെറ്റ് യോഗ്യത അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് മതിയാകും. പകരം എന്ത് വേണ്ട, അവിടെ PhD ആവശ്യം ഇല്ല. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ട് അപ്പോയിൻറ്റഡ് ആവാൻ പറ്റും. സോ ഈ റൂട്ടിൽ എന്തിൻ്റെ ആവശ്യമില്ല, PhD ആവശ്യമില്ല, പകരം നെറ്റ് ക്വാളിഫിക്കേഷൻ മതി ആഫ്റ്റർ PG. ദെൻ മൂന്നാമത്തേത് ME അല്ലെങ്കിൽ MTech ഈ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള സിറ്റുവേഷനാണ്. സോ അതിൽ ഒരു PG ഡിഗ്രി അഥവാ ME അല്ലെങ്കിൽ MTech പോലുള്ള ഏതെങ്കിലും PG ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ക്വാളിഫൈ ചെയ്തിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തസ്തികയിലോട്ട് നിയമിതം അല്ലെങ്കിൽ അപ്പോയിൻറ്റഡ് ആവാനായിട്ട് പറ്റും. അപ്പോയിൻറ്റഡ് ആവാനായിട്ട് പറ്റും എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്കറിയാലോ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കും. ദെൻ അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുവഴി സെലക്റ്റഡ് ആവാം അല്ലെങ്കിൽ അപ്പോയിൻറ്റഡ് ആവാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ റിക്രൂട്ടഡ് ആവാം എന്നല്ല. സോ പക്ഷേ ഈ നെറ്റ് വേണോ വേണ്ടേ എന്നുള്ളതിലുള്ള ആ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നെറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ PhD ഉണ്ടെന്നുണ്ടെങ്കിലും PhD ഉണ്ട് എന്നുണ്ടെങ്കിൽ നെറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ട് റിക്രൂട്ടഡ് ആവാൻ പറ്റും. സോ അതിനായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇതുപോലെയുള്ള മീൻസ് കൺഫ്യൂഷനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ടൊക്കെ
എയിം ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു യൂസ്ഫുൾ ആയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മീറ്റ് വിത്ത് അനദർ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വിത്ത് സൈഹ ഇൻഫോ. അണ്ടിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.